എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു യമനി ബ്രെഡ് ഉണ്ടാക്കിയാലോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൊരു യമനി ബ്രെഡ്. നമ്മളെ പൊറോട്ട തോറ്റുപോകും. എന്ത് കറി കൂട്ടിക്കഴിച്ചാലും ഇല്ലെങ്കിൽ വെറുതെ കഴിക്കാനും പറ്റും. ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഇനി ഒരു ഗസ്റ്റ് വരുമ്പോഴായാലും എല്ലാം ഉണ്ടാക്കാനും കഴിക്കാനും പറ്റിയൊരു അടിപൊളി ഐറ്റം ഇത്. നമുക്കിതിനെന്തെല്ലാം വേണ്ടതെന്നൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോറിൻ്റെ കൂടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ആവശ്യത്തിനെന്ന് പറയുമ്പോൾ ഞാൻ ഇനി 2 കപ്പ് മൈദയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനും കൂടി ചേർത്തിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ വേണം. എന്നിട്ട് ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നല്ലോണം സ്പൂൺ കൊണ്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ കൈകൊണ്ട് കുഴച്ച് നല്ല ചപ്പാത്തി മാവിൻ്റെ പദത്തിലാക്കിയിട്ട് എടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ മാവ് ഇനി ഒരു അരമണിക്കൂർ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഭാഗത്തിരിക്കട്ടെ. അരമണിക്കൂർ ഒന്ന് കുതിർന്ന് വന്നോട്ടെ. അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേബിൾ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടിയോ ഗോതമ്പൊടിയോ അതിനി എന്തായാലും കുഴപ്പമില്ല ഇട്ടിട്ട് നല്ലോണം തേച്ച് കുഴച്ച് ഒരു സിലിണ്ടർ ഷേപ്പിലാക്കി എടുക്കാം. നമുക്ക് അരമണിക്കൂർ 5 മിനിറ്റ് നല്ലോണം കുഴക്കണേ. എന്നിട്ട് ഇതൊരു 6 കഷ്ണാക്കിയിട്ട് മുറിച്ചെടുക്കുന്നത്. കാരണം ഒരു ചപ്പാത്തി മാവിൻ്റെ കനത്തിനേക്കാളും കൂടുതൽ മാവ് വേണം. എന്നാലും നമുക്കിത് മടക്കി എടുക്കേണ്ടതല്ലേ. അപ്പോൾ എന്താ റെഡി ആയിട്ടുണ്ട്. 6 പറാത്തയാണ് കിട്ടാൻ പോകുന്നത്. 6 റൊട്ടിയോ ബ്രെഡോ എന്തെന്നാളി എന്തായാലും. അപ്പോൾ ഇത് മാക്സിമം കനം കുറച്ച് പരത്തിയെടുക്കുക. നല്ലോണം പൊടി വേണമെങ്കിൽ ആവശ്യത്തിന് തൂവിക്കൊടുത്തിട്ട് നല്ലോണം പരത്തിയെടുക്കാം. നല്ലോണം കനം കുറച്ച് പരത്തിയെടുക്കുക. എന്നിട്ടിനി മാക്സിമം പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓയിൽ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടി നല്ലോണം തൂവിക്കൊടുക്കാം. ചെറുങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം, അത്ര തന്നെ. എന്നിട്ട് ഇതൊന്ന് മടക്കിയിട്ട് ആ എണ്ണയാവാത്ത ഭാഗം ഉണ്ടല്ലോ ആടെയും അതേപോലെ തന്നെ കണ്ടോ. അതിൻ്റെ മുകളിൽ പിന്നെയും മൈദപ്പൊടി തൂവി കൊടുക്കുക. ഇത് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എല്ലാ ഭാഗവും മടങ്ങി വരുന്ന സ്ഥലത്തെല്ലാം മൈദപ്പൊടിയും വേണം, ഓയിലും വേണം. നല്ലോണം ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്ത് പിന്നെ ഇതിൻ്റെ മുകളിലും കുറച്ച് മൈദപ്പൊടി ആക്കി കൊടുക്കുക. ഈ ഭാഗത്ത് നിന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഒരു പെട്ടി പോലെ ആക്കിയിട്ട് എല്ലാം ഇതേപോലെ തേച്ച് വെക്കാം. കണ്ടോ, അതൊരു ഭാഗത്തിരിക്കട്ടെ. ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം. ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് നല്ലോണം കട്ടി കുറച്ച് പരത്തുക. മൈദയാവുമ്പോൾ മുറിഞ്ഞു പോവാണ്ട് കിട്ടുള്ളൂ. ഗോതമ്പാകുമ്പോൾ കുറച്ച് മുറിഞ്ഞു പോകും കേട്ടോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കീന്, ശരിയായിട്ടില്ല. പിന്നെ ഈ അറ്റത്തെല്ലാം മാവ് വന്നിങ്ങനെ കട്ടയായി നിൽക്കും. അതില്ലാത്ത വിധത്തിൽ നല്ലോണം അറ്റമെല്ലാം നോക്കി നല്ലോണം പരത്തിയെടുത്തോളൂ. എന്നാൽ നല്ലോണം ലെയറായിട്ട് പൊളിഞ്ഞ് വേഗം കിട്ടും. കണ്ടോ, മാക്സിമം നല്ല കട്ടി കുറച്ച് പരത്തിയെടുക്കും. എന്നിട്ട് കയ്യിലിട്ടൊന്ന് തിരിച്ചും മറിച്ചു. പൊടിയുണ്ടേ അതെല്ലാം അങ്ങ് വീണ് പോട്ടെ. എന്നിട്ട് ഉള്ളതിൽ വലിയ ദോശക്കല്ലെടുത്തോളെ, എന്നാലേ ഇത് നിൽക്കുള്ളൂ. കാരണം എന്നിട്ട് തന്നെ ഇത് കണ്ടോ അതിർത്തി കടന്നു പോയിട്ടുണ്ട്. അപ്പം എന്നാലും വേഗം വേവും കേട്ടോ, വേഗം വേവും. പക്ഷേ ഈ അറ്റാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു പൊക്കള പോലെ വന്നില്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഓയിൽ അതിൻ്റെ മുകളിലേക്ക് ഇറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ചട്ടകം വെച്ചിട്ട് എല്ലാം പരത്തി എല്ലാ ഭാഗത്തും എത്തിക്കാം. അതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് അതേപോലെ 1/2 ടീസ്പൂണും കൂടി ഓയിൽ. ഈ ഓയിലാക്കുന്നത്
ഓപ്ഷണലാ, വേണമെങ്കിൽ ആക്കിയാൽ മതി. പക്ഷെ നന്നായിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് എല്ലാം ഈ കണ്ടോ കോണുകളാണ് വേവാണ്ട് നിൽക്കുക, അവിടെ കുറച്ചൊരു കട്ടി ഉണ്ടാവുക. അപ്പോൾ ആ ഭാഗം തിരിച്ച് നല്ലോണം വേവിച്ചെടുക്കും. നടുവിലാണല്ലോ കുറച്ച് തീ കൂടുതലുണ്ടാവും. അപ്പോൾ ആ ഭാഗത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് അമർത്തി കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല വെറും തക്കാളിക്കറി മതി, അടിപൊളി രുചിയാണ്. അപ്പോൾ അതാ ഏകദേശം നല്ല റെഡിയായി വരുന്നുണ്ട്. തിരിച്ചിടണേ, അത് ഇത്ര പ്രാവശ്യമൊന്നുമില്ല. ഇതുപോലെ എല്ലാം നമുക്കിതേപോലെ ചുട്ടെടുക്കാം. അതാ ഞാനെല്ലാം ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അടിപൊളിയല്ലേ? പൊളിഞ്ഞ് വരുന്നതാണ്ടാ. ഇങ്ങനെയാണ്. എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.